ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഇതേപോലെ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മൊരിയിപ്പിച്ച് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് അണ്ടിപ്പരിപ്പും മുന്തിരിയും കറക്റ്റായിട്ട് ഒരു അളവ് പറയുന്നില്ല, നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എത്ര ചേർത്താലും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു വലിയ സവാളയുടെ 1/4 ഭാഗം ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് അതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമാണ് നെയ്ച്ചോറിലേക്ക് വഴറ്റാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രൈ ചെയ്യാനുള്ള സവാള നമ്മൾ ഇതിലേക്ക് ഈ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി നെയ്ച്ചോറാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. ഇതേപോലെ സവാള നന്നായിട്ട് ഒരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ സവാളയ്ക്ക് നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ നല്ല മൊരുമൊരുപ്പും കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. അതിനുശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്കിത് നേരത്തെ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് വെച്ചിട്ടുള്ള ആ പാത്രത്തിലേക്ക് തന്നെ ഇത് കോരി മാറ്റാം. ഈ സമയത്ത് ഞാൻ കുറച്ച് 2 കപ്പ് 250 ml കപ്പിൽ 2 കപ്പ് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ബിരിയാണി നെയ്ച്ചോറൊക്കെ വെക്കാൻ എടുക്കുന്ന അരിയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് ബാസ്മതി റൈസ് വേണമെങ്കിൽ അങ്ങനെയും അതുകൊണ്ടും തയ്യാറാക്കാം. ഇതേപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെടുത്തിട്ടുള്ള ജീരകശാല റൈസ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് കുതിർത്തിട്ട് ഒരു അരിപ്പയിലേക്ക് വാരി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഏലക്ക ഇതേപോലെ ഒന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുക. കറുവപ്പട്ട ഇതുപോലെ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ജാതിപത്രി, കുരുമുളക്, 5 ഗ്രാമ്പൂവിൻ്റെ അളവ് കൂടി പോകേണ്ട. 2 കപ്പിലേക്ക് ഒരു 5 ഗ്രാമ്പ് എടുത്താൽ മതിയാകും. ഇതേപോലെ ഒരു ബേ ലീവ്സ് ഒന്ന് കഴുകിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക. അതിലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ വെള്ളത്തിലേക്കും നെയ്യിലേക്കൊക്കെ ഇറങ്ങും. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ഭാഗം നമ്മൾ എടുത്ത് വെച്ചിരുന്നു. അത് ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നെയ്യിലേക്ക് ചേർത്തിട്ട് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. പേസ്റ്റ് ചേർക്കേണ്ട, ചതച്ചത് ചേർത്താൽ മതി. ഇതെല്ലാം കൂടി പച്ചക്കുത്തൊന്ന് പോകുന്ന സമയത്ത് നമ്മളിതിലേക്ക് കഴുകി വാരി വെച്ചിട്ടുള്ള നമ്മുടെ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിലേക്ക് വെക്കരുത്, ഹൈ ഫ്ലെയിമിൽ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കുന്ന സമയത്ത് ഇത് നമ്മുടെ അരി പൊടിഞ്ഞു പോകും. അപ്പോൾ അതേ നന്നായിട്ട് ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല വെള്ളം അപ്പുറത്തെ അടുപ്പിൽ തിളപ്പിക്കാൻ വെക്കണം. തിളച്ച വെള്ളം മാത്രമേ ചേർക്കാവുള്ളൂ. അരി വറുത്തെടുക്കുന്നത് കൊണ്ട് തിളച്ച വെള്ളം ചേർക്കണം. അരി നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് അരി ഇടുകയാണെങ്കിൽ കുഴപ്പമില്ല. അരി വറുത്തിട്ട് ചേർക്കുമ്പോൾ തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന അരിയുടെ വേവിനനുസരിച്ച് വേണം വെള്ളത്തിൻ്റെ അളവ് ക്രമീകരിക്കാൻ കേട്ടോ. അപ്പോൾ അതേ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. മൊത്തം നമ്മുടെ നെയ്ച്ചോറിൻ്റെ കുക്കിംഗ് ടൈം ഒരു 12 മിനിറ്റോളമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു 6-7 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതേ ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും, നല്ല അടിപൊളി മണമാണ് വരുന്നത്. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാകും. നല്ല വേർവിട്ട് കിടക്കുന്ന അതേപോലത്തെ ചോറാണ് നമുക്കുള്ളത്. ഒട്ടിപ്പിടിക്കുകയോ ഒന്നുമില്ല. ഇതേപോലെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അടിപൊളി നെയ്ച്ചോറ് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഇനി നമുക്കിതൊരു 5-6 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വയ്ക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാനും ശ്രദ്ധിക്കണം, ഫ്ലെയിം കൂട്ടി വെക്കരുത്. അപ്പോൾ പെട്ടെന്ന് വെള്ളമൊക്കെ വറ്റും, കുക്കായി വരില്ല കേട്ടോ. അപ്പോൾ അതെ ഞാനൊരു മൊത്തം ഒരു 12 മിനിറ്റോളം കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഫ്ലെയിമൊക്കെ ഓഫാക്കിയേക്കാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരി സവാള ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഇപ്പോൾ തന്നെ സെർവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ അണ്ടിപ്പരിപ്പും മുന്തിരി സവാളയും വറുത്തത് ഈ ചോറിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് മുതൽ 12 മിനിറ്റ് വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അടച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഫ്ലേവർ ആ ചോറിലേക്ക് ഇറങ്ങും. അതിന് ശേഷം മാത്രം നമ്മളിത് സെർവ് ചെയ്തെടുത്താൽ മതിയാകും. നിങ്ങൾക്ക് ഈ സമയത്ത് നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കൂടി ഒരു അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് പാകമാണ്. അതുകൊണ്ട്
അതുകൊണ്ട് ഞാൻ വീണ്ടും നെയ്യ് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതുമാണ്. ഞാനൊരു 10 മിനിറ്റ് ഇതേപോലെ സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്തിട്ട് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, ഒട്ടിപ്പിടിച്ചിട്ടോ കട്ടയായിട്ടോ ഒന്നുമില്ല. നല്ല വേറൂട്ട് നിൽക്കുന്ന നല്ല അടിപൊളി ചോറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി കിച്ചൺ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തും. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.